ഹലോ ഗൈസ്, ഇന്ന് എന്നെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് വിദേശ രാജ്യത്തൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. പോണോ വേണ്ടയോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ നിങ്ങളിൽ പലരും ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നി വൈ നോട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ. ഇപ്പം ഞാനാണ് ആ സാഹചര്യത്തിൽ നിന്നാണെങ്കിൽ ഞാനത് എങ്ങനെ ഫേസ് ചെയ്യുന്നു കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം. ഈ ഒരു സമസ്യയുടെ ഏറ്റവും വലിയ ക്രക്സ് എന്ന് പറയുന്നത് പ്രയോറിറ്റിയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വരുന്നത്, നിങ്ങൾക്ക് ബെറ്റർ സാലറീഡ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരു സ്ഥലത്താണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്താണ്. അവിടെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. കാശ്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനോടും വീടിനോടും വീട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ വിട്ടുപിരിയാനാവാത്ത വ്യക്തിബന്ധങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിരിക്കും പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണം, നിങ്ങളുടെ ഭാവി മെച്ചപ്പെടുത്തണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ പ്രാധാന്യം കൊടുക്കുക ആത്യന്തികമായി എൻ്റെ സന്തോഷത്തിനായിരിക്കും. ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫിഷ്നെസ് ആയിട്ട് നിങ്ങൾ കരുതരുത്. നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല ഒരു സമയം, നല്ലൊരു ചങ്ക് ഓഫ് ടൈം നിങ്ങൾ മറ്റൊരു നാട്ടിൽ, മറ്റൊരു സ്ഥലത്ത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലിയിൽ, ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഈ നല്ല സമയം നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള സാഹചര്യങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ സമയം നിങ്ങളുടെ നല്ല മെമ്മറീസ് ആയി മാറും, ടു ബി ചെറിഷ്ഡ്. പിന്നൊരു കാര്യം, നിങ്ങളിപ്പോൾ സമ്പാദിക്കുന്ന കാശ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മരുന്ന് വാങ്ങിക്കാനേ തികയുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കണം, എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് നാടിനോടും വീടിനോടും വീട്ടുകാരോടും കൂട്ടുകാരോടും എല്ലാം വളരെയധികം അറ്റാച്ച്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുക തന്നെയായിരിക്കും നല്ലത്. നേരെ മറിച്ച് നിങ്ങൾക്ക് പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, പുതിയ സാഹചര്യങ്ങളിൽ ജീവിക്കണം, പുതിയ ആൾക്കാരുമായിട്ട് ഇൻഡൽജ് ചെയ്യണം, മിങ്കിൾ ചെയ്യണം, പുതിയ സാഹചര്യങ്ങളുമായി പഴകണം, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പ്ലോററാണ്, ഒരു അഡ്വഞ്ചർ മൈൻഡാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജോബ് സെലക്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് പിന്നെ അറ്റാച്ച്മെന്റ്സ് നാട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ബാധിക്കില്ല. ഒപ്പം നിങ്ങൾക്ക് കുറെ കാശ് ഉണ്ടാക്കാനും പറ്റും, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് അത് ഒരു നീക്കിരിപ്പായി മാറ്റി വെക്കാനും പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഇതിലെ ഒരു ടേക്ക്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ വീടിനോടും നാടിനോടും ഒക്കെ വളരെ അറ്റാച്ച്ഡ് ആണ്. എനിക്ക് ഇവിടുന്ന് മാറി നിന്ന് ജീവിക്കുക എന്നുള്ള ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ ഞാൻ സെറ്റിൽഡ് ആണ്. അതുപോലെ തന്നെ എനിക്ക് മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാനും ട്രാവൽ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കലും അവിടെ സെറ്റിൽഡ് ആവാൻ ഞാൻ ആഗ്രഹിക്കില്ല. അവിടെ പോയി ഇപ്പം 1 വർഷം അല്ലെങ്കിൽ 2 വർഷം പോലും എനിക്ക് വർക്ക് ചെയ്യാനോ എൻ്റെ വിലപ്പെട്ട സമയം വേസ്റ്റ് ചെയ്യാനോ ഞാൻ നിൽക്കില്ല. ബിക്കോസ് ഐ ബിലീവ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഓഫ് ലൈഫ് ഇസ് ദാറ്റ് മച്ച് പ്രഷ്യസ്. നിങ്ങൾ വിവേകപൂർവ്വം, ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തീരുമാനം എടുക്കുക. നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? അതായത് നിങ്ങളുടെ സന്തോഷമാണോ അതോ നിങ്ങൾക്ക് കൂടുതൽ മികച്ച സാഹചര്യങ്ങളാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് ഡിസൈഡ് ചെയ്യുക. ഇതൊരു ചെറിയ തോട്ടാണ്. ഈ ഒരു സമസ്യയിൽ പെട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും നമ്മുടെ ഒപ്പം. അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു ത്രെഡ് ഓഫ് തോട്ടാണല്ലോ ഇത്. അവർക്കത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. അടുത്ത വീഡിയോയിൽ മറ്റെന്തെങ്കിലും വിഷയമായിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.